ഹലോ ഗേസ്, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. കഴിഞ്ഞ ദിവസം SN സ്വാമി സംവിധാനം ചെയ്ത സീക്രട്ട് എന്ന മൂവി കണ്ടു. സീക്രട്ട് എന്ന മൂവി പറയുന്നതിനായിട്ട് മുമ്പ് രണ്ട് കാര്യങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ രണ്ട് ചിന്തകളാണ് പറയാൻ പോകുന്നത്. മലയാള സിനിമയിലെ എക്കാലത്തെയും നല്ല നടനും അതുപോലെ തന്നെ മിമിക്രി ആർട്ടിസ്റ്റുമായ മലയാളികളുടെ പ്രിയപ്പെട്ട താരം ശ്രീ കലാഭവൻ മണിയുടെ മിമിക്രി കാസറ്റിൽ പറയുന്ന ഒരു കാര്യമാണ്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ബഹിരാകാശത്തിലേക്ക് റോക്കറ്റ് വിടുമ്പോൾ അതിൽ ആദ്യമായി ഒരു പട്ടിയെയാണ് വിട്ടത്. എന്തുകൊണ്ടാണ് അതിൽ ആദ്യമായി ഒരു പട്ടിയെ വിടാനുള്ള കാര്യം എന്ന് ചോദിക്കുന്നു. അതിൻ്റെ ഉത്തരമായിട്ട് മറ്റൊരാൾ പറയുന്നത്, കയറ്റി വിടാൻ ആളുണ്ടെങ്കിൽ ഏത് പട്ടിക്കും ബഹിരാകാശത്തെത്താം എന്നാണ്. ഇതിലെ നായകന്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. കാരണം ഒരുപാട് പേര് ഇന്ന് കേരളത്തിൽ അഭിനയിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഈ കേരളം. പിന്നെ തോന്നിയ ഒരു കാര്യം, മലയാളത്തിന്റെ പ്രിയ നടൻ ശ്രീ ഇന്നസെന്റ് ഏഷ്യാനെറ്റിന്റെ അവാർഡ് ഷോയിൽ പറഞ്ഞു, 15 വർഷമായിട്ട് അവാർഡ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലുമാണ് ഇവിടെയുള്ളത്. ഒന്നില്ലെങ്കിൽ വാങ്ങുന്ന നടന്മാർക്ക് ഒരു നാണം വേണം, അല്ലെങ്കിൽ കൊടുക്കുന്ന ആളുകൾക്ക് ഒരു നാണം വേണം. ഇത് രണ്ടുപേർക്കും അതില്ല എന്നാണ്. അതുപോലെയാണ് ഈ സിനിമയും തോന്നിയത്. ഒന്നില്ലെങ്കിൽ നടന് ഒരു ബോധം വേണം, ഞാൻ ആരുടെ സിനിമയിൽ അഭിനയിക്കുന്നു, ഏത് കഥാപാത്രം അഭിനയിക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, സംവിധായകന് ഒരു ബോധം വേണം, ഞാൻ ആരെ കൊണ്ട് അഭിനയിപ്പിക്കുന്നു, എന്തിനഭിനയിപ്പിക്കുന്നു എന്നുള്ളത്. ഇത് രണ്ടുപേർക്കും ഇല്ലാതെ പോയ ഒരു പടമാണ് സീക്രട്ട് എന്ന സിനിമ. ഇനി സിനിമയിലേക്ക് വരാം. മലയാള സിനിമകളിലെ ഒരുപാട് ഹിറ്റുകൾക്ക് തൂലിക ചലിപ്പിച്ച ഒരു തിരക്കഥാകൃത്താണ് SN സ്വാമി. അദ്ദേഹത്തിന്റെ 72-ാം വയസ്സിൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് സീക്രട്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ആദ്യ ഷോ കാണണമെന്ന് പേഴ്സണലി എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ കണ്ടത് ആദ്യ ഷോയാണ്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ആദ്യ ഷോ തുടങ്ങാൻ തന്നെ 10 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 15 പേരായ മാത്രമേ ഷോ തുടങ്ങൂ എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് കുറച്ച് കാത്തിരുന്നെങ്കിലും 15 പേര് വന്നു. കൂടുതലും സിനിമ കാണാനുണ്ടായിരുന്നത് സീനിയർ സിറ്റിസന്മാരാണ്. ഏകദേശം ഒരു 60 വയസ്സ് മുകളിലുള്ള ആളുകളാണ് സിനിമ കാണാൻ ഉണ്ടായിരുന്നത്. എന്തായാലും സിനിമ വളരെ നിരാശാജനകമായ കാര്യങ്ങളാണ്. കാരണം തിരക്കഥ കൊണ്ടും സംവിധാനം കൊണ്ടും മറ്റ് BGM ആണെങ്കിലും എല്ലാം തന്നെ ഒരു വിധത്തിലുള്ള നിലവാരവും പുലർത്താത്ത ഒരു തരം സിനിമയാണ് സീക്രട്ട് എന്ന് പറയുന്ന SN സ്വാമി ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ. സാധാരണ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് കുന്തളിക്കുന്ന ഇതിലെ പ്രധാന നടൻ തൻ്റെ അഭിനയ മേഖലയിൽ യാതൊരുവിധ റെസ്പോൺസിബിലിറ്റിയും ഇല്ലാതെ, അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഒരു തയ്യാറെടുപ്പുകളും ഇല്ലാതെ അഭിനയിച്ച ഒരു കഥാപാത്രമായി പോയി എന്ന് തോന്നി. എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഇദ്ദേഹം അഭിനയിച്ച ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്. ഇതിൽ നല്ല രീതിയിൽ ഒരു പ്രകടനം കാഴ്ചവെച്ചു എന്ന് തോന്നുന്ന 2-3 പേര് മാത്രമേ ഉള്ളൂ. അതിലൊന്ന് സംവിധായകനായ രഞ്ജിത്ത് ഇതിലൊരു നല്ല കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയൊക്കെ വളരെ മനോഹരമായിരുന്നു. അതുപോലെ തന്നെ മണിക്കുട്ടൻ 2 സീനുകളിലെ വരുന്നുള്ള ആ 2 സീനും ഏറെക്കുറെ മനോഹരമാക്കി അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമതായി തോന്നിയത് അപർണ എന്ന് പറയുന്ന നടിയാണ്. അവർ വളരെ നന്നായി തന്നെ അവർക്ക് കിട്ടിയ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും തന്നെ അതിമോശം കാസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്തായാലും SN സ്വാമി എന്ന് പറയുന്ന അതുല്യ പ്രതിഭ, മലയാളത്തിൻ്റെ തിരക്കഥാകൃത്തായിട്ടുള്ള അദ്ദേഹത്തിന് പറ്റിയ ഒരു വളരെ മോശമായ ഒരു തീരുമാനമായി പോയി സീക്രട്ട് എന്ന സിനിമ എന്ന് തോന്നുന്നു. എന്തായാലും വരും കാലങ്ങളിൽ അദ്ദേഹത്തിൽ നിന്നും നല്ല കഥകളും നല്ല കഥകളും ഒക്കെ മലയാളികൾക്ക് കിട്ടട്ടെ. അദ്ദേഹം ഒരുപാട് സിനിമകൾ ഹിറ്റ് സമ്മാനിച്ചതാണ്. മാത്രമല്ല മലയാളികളുടെ ലെജൻഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ ഈ ഒരു സിനിമ വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് വന്നത് കൊണ്ട് പേഴ്സണലി എനിക്ക് വളരെയധികം വിഷമമുണ്ട്. കാരണം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു തിരക്കഥാകൃത്താണ് SN സ്വാമി. അദ്ദേഹത്തിൻ്റെ ഒരു ഗതികേട് എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് ഈ സിനിമ നീങ്ങിപ്പോയി എന്ന് തോന്നുന്നു. എന്തായാലും വരും കാലങ്ങളിൽ അദ്ദേഹത്തിന് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.